ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതോടെ എന്താണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി? അതിന് പ്രത്യേക പവറുണ്ടോ? ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ളതാണോ? സ്വന്തമായി ജയിലും പോലീസുമുണ്ടോ? ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ആശങ്കകളും ചോദ്യങ്ങളും സംശയങ്ങളുമൊക്കെ ഉള്ള ചർച്ചകളാണ് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂതവേട്ട എന്നാണ് ഇസ്രയേൽ ഈ വാറണ്ടിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. കോടതി അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ നെതന്യാഹു വന്നാൽ അറസ്റ്റ് ചെയ്യുമോ? അങ്ങനെ പല സംശയങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി? ഒരു അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നത് ആദ്യമായി അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളിൽ കുറ്റമാരോപിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളെ വിചാരണ ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് 1919 പാരീസ് സമാധാന സമ്മേളനത്തിലാണ് ആവശ്യമുയരുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു കമ്മീഷന് പിന്നീട് രൂപം നൽകുന്നുണ്ട്. 1937 ലീഗ് ഓഫ് നാഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ജനീവയിൽ നടന്ന മറ്റൊരു സമ്മേളനത്തിൽ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങൾ വിചാരണ ചെയ്യുന്നതിനായി ഒരു സ്ഥിരം അന്താരാഷ്ട്ര കോടതി സ്ഥാപിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആദ്യത്തെ കൺവെൻഷനിൽ 13 രാജ്യങ്ങൾ ഒപ്പുവെച്ചെങ്കിലും പക്ഷെ മറ്റു രാജ്യങ്ങൾ ആരും തന്നെ ഇതിന് അംഗീകരിച്ചില്ല എന്നാണ് വാസ്തവം. ഇതിനിടയിലും ചർച്ചകളും വ്യവഹാരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പല ഘട്ടത്തിൽ പല തരത്തിലുള്ള ചർച്ചകളും പല വ്യവഹാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ വ്യവഹാരങ്ങൾക്കൊന്നും ഒരു അന്താരാഷ്ട്ര സ്വീകാര്യത വന്നില്ല എന്നാണ് വാസ്തവം. 1990കളുടെ തുടക്കത്തിൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ 2 താൽക്കാലിക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നുണ്ട്. മുൻ യൂഗോസ്ലോവയ്ക്കായുള്ള ഇൻ്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണലാണ് ഒന്ന്. യൂഗോസ്ലോവ യുദ്ധസമയത്ത് സായുധ സേന നടത്തിയ വലിയ തോതിലുള്ള അതിക്രമങ്ങൾക്ക് മറുപടിയായി 1993 സ്ഥാപിച്ചതായിരുന്നു അത്. മറ്റൊന്ന് റുവാണ്ടൻ വംശഹത്യയെ തുടർന്നുള്ളതാണ്. 1994 രൂപീകരിച്ച റുവാണ്ടയ്ക്കായുള്ള ഇൻ്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ. ഈ ട്രൈബ്യൂണലുകൾ വന്നതോടെയാണ് സ്ഥിരമായ ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആവശ്യകത കൂടുതൽ ശക്തമാകുന്നത്. ഒടുവിൽ 1998 ജൂണിൽ ഒരു പൊതുസമ്മേളനം റോമിൽ വിളിച്ചുകൂട്ടുന്നുണ്ട്. കോടതിയുടെ ചട്ടമായി പ്രവർത്തിക്കുന്നതിനുള്ള ഉടമ്പടി അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1998 ജൂലൈ 17 21 രാജ്യങ്ങളാണ് അന്ന് വിട്ടുനിന്നത്. ഏകദേശം 120 വോട്ടുകൾ 120 രാജ്യങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. 7-നെതിരെ 120 വോട്ടുകൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ റോം ചട്ടം അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൽ ഏത് രാജ്യത്തിൻ്റെ നിയമമാണ് അംഗീകരിക്കുക എന്ന്. ഇപ്പോൾ ഇന്ത്യയുടെ ക്രിമിനൽ നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത് IPC ആയിരുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. മുൻപ് ബ്രിട്ടൻ തുടർന്ന് വന്നിട്ടുള്ള ബ്രിട്ടൻ്റെ നിയമങ്ങളിൽ പലതും നമ്മൾ എടുക്കുകയും പലതും നമ്മൾ കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തതാണ് IPC ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഏത് ചട്ടമായിരിക്കണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അംഗീകരിക്കേണ്ടത്. സ്പെസിഫിക് ആയിട്ടുള്ളൊരു രാജ്യത്തിൻ്റെ മാത്രം നിയമം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ഒരു തീരുമാനം വന്നപ്പോഴാണ് ബഹുഭൂരിപക്ഷ രാജ്യങ്ങളും റോം ക്രിമിനൽ ചട്ടം കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഇതിനെ പല രാജ്യങ്ങളും എതിർക്കുന്നുണ്ട്. അതിലൊന്നാണ് ചൈന, ഇറാഖ്, ഇസ്രയേൽ, ലിബിയ, ഖത്തർ, US, യമൻ എന്നീ 7 രാജ്യങ്ങളാണ് ഈ ഉടമ്പടിക്കെതിരെ വോട്ട് ചെയ്തത്. നിലവിൽ 125 അംഗരാജ്യങ്ങൾ ഈ റോം ചട്ടത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നെതർലാൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ഈ ഹേഗിൽ തന്നെയല്ല ഈ കോടതിയുടെ നടപടിക്രമങ്ങളൊക്കെ നടക്കുക. അത് ലോകത്തിൻ്റെ എവിടെ വെച്ച് വേണമെങ്കിലും നടക്കാം. ഹേഗിലാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇത്തരമൊരു അന്തർ സർക്കാർ സ്ഥാപനവും അന്താരാഷ്ട്ര ട്രൈബ്യൂണലുമാണ് ഈ കോടതി എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രധാനമായിട്ടും വംശഹത്യ, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, യുദ്ധകുറ്റങ്ങൾ, ആക്രമണ കുറ്റങ്ങൾ എന്നിവയ്ക്ക് വ്യക്തികളെ വിചാരണ ചെയ്യുന്നതിനുള്ള അധികാരപരിധിയുള്ള ആദ്യത്തെയും ഏക സ്ഥിരവുമായ അന്താരാഷ്ട്ര ഒരു കോടതിയാണിത്. റോം നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. റോം നിയമങ്ങൾ പിന്തുടരുന്ന കോടതിയുടെ നയത്തോട് വിയോജിച്ച് ആദ്യം അംഗീകരിച്ച പല രാജ്യങ്ങളും ഇടയ്ക്ക് പിന്നീട് ഈ നയം തങ്ങൾക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ച് അവർ ഈ കോടതിയെ അംഗീകരിച്ചതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. അടുത്ത കാര്യം, ഈ കോടതിക്ക് ജയിലുണ്ടോ എന്നുള്ളതാണ്. പലരും ചോദിച്ചത് അതിന് ജയിലുണ്ടോ എന്നാണ്. ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അലക്സാണ്ടർ കാസൻസിലെ ICCയുടെ ആസ്ഥാനത്ത് സമീപമുള്ള ഹേഗിലെ ഹാഗ്ലാൻഡർ പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഷവേനിംഗർ ബ്രാഞ്ചിൻ്റെ പരിസരത്ത് 12 സെല്ലുകളുള്ള ഒരു അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ ആരോപിക്കുന്നവരെ പാർപ്പിക്കുന്ന ജയിലുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിനെ ജയില് എന്ന് പറയാം എങ്കിലും ഇതൊരിക്കലും ഒരു ജയിലല്ല. എല്ലാ അത്യാധുനിക സൗകര്യത്തോടും കൂടിയുള്ള
റിസോർട്ടുകളാണ്, റൂമുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഫിറ്റ്നസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുകളുണ്ട്, ഫുഡ് കോർട്ടുകളുണ്ട് തുടങ്ങിയ VVIP പ്രതികൾക്കായി കരുതിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്തുണ്ട് എന്നാണ്. സ്വാഭാവികമായിട്ടും അതൊരു ജയിലായിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അംഗരാജ്യങ്ങൾ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടാണ് കോടതി പ്രവർത്തിച്ചു വരുന്നത്. കോടതിയുടെ പ്രീ ട്രയൽ ചേംബറുകൾ 67 പേർക്കെതിരെ പരസ്യമായി കുറ്റം ചുമത്തുകയും 35 പേർക്കെതിരെയുള്ള നടപടികൾ തുടരുകയുമാണ്. 30 പേർ ഒളിവിലാണ്, 4 പേർ വിചാരണയിലാണ്, ഒരാൾ അപ്പീൽ ഘട്ടത്തിലാണ്. 32 പേർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 2 പേർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 7 പേർ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ട്. 4 പേരെ വെറുതെ വിട്ടു. 7 പേർക്കെതിരെയുള്ള കുറ്റങ്ങൾ തള്ളിക്കളഞ്ഞു. 4 പേർക്കെതിരായ കുറ്റങ്ങൾ പിൻവലിച്ചു. 8 പേർ നടപടികൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് മരിച്ചു. ഇങ്ങനെയൊക്കെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ നമുക്ക് ലഭ്യമായ അപ്ഡേഷനുകൾ. അതേസമയം ഈ കോടതി പാശ്ചാത്യ രാജ്യങ്ങളുടെ കളിപ്പാവയാണെന്നും വൻകിട രാഷ്ട്രങ്ങളുടെ ക്രിമിനൽ നടപടികൾ കണ്ടില്ലെന്ന് നടിക്കുകയോ അവർക്കെതിരായ നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്യാറില്ലെന്ന ആക്ഷേപവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രധാനമായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന ചെറിയ കുറ്റകൃത്യങ്ങൾ പോലും വളരെ വലിയ രീതിയിലുള്ള ശിക്ഷകൾ നടക്കുകയും ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇവർക്കെതിരെ വിചാരണ നടത്തുകയൊക്കെ ചെയ്യും. എന്നാൽ അമേരിക്ക, റഷ്യ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ കുറ്റകൃത്യങ്ങളോ മറ്റോ ഒന്നും ഈ കോടതി കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യും എന്നാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ പരാതി. ഇതിന് നെതന്യാഹുവിന് മുൻപ് അറസ്റ്റ് വാറണ്ട് ലഭിച്ചയാളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പുടിൻ ഇപ്പോഴും ശക്തനും ഇതിഹാസ നായകനുമൊക്കെയായി നടക്കുകയാണ്. അംഗരാജ്യങ്ങളൊന്നും പുടിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇവിടെ പറഞ്ഞത് ഈ അംഗരാജ്യങ്ങളിൽ ഈ രാഷ്ട്രത്തലവന്മാർ അറസ്റ്റ് വാറണ്ടുള്ള നെതന്യാഹുവോ പുടിനോ ഒക്കെ ചെല്ലുകയാണെങ്കിൽ അവരെ ആ രാഷ്ട്രങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്നാണ്. ഇതിന് തൊട്ട് മുൻപ് ഉക്രൈൻ പുടിനെ അറസ്റ്റ് ചെയ്യാത്തതിന് മറ്റൊരു രാജ്യത്തോട് ക്ഷോഭിച്ച വാർത്ത നമ്മൾ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ആ രാജ്യം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അംഗരാജ്യമാണ്, എന്നിട്ട് പോലും പുടിനെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ്. ആ പുടിനെ അറസ്റ്റ് ചെയ്യാൻ പോയാൽ ആ രാജ്യത്തിൻ്റെ ഭാവി എന്താകുമെന്ന് കൃത്യമായി ആ രാജ്യത്തിനുണ്ട്. തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്ന കൃത്യമായ ധാരണ പുടിനുമുണ്ട്. ഇതൊരു ലോക സത്യാവസ്ഥയാണ്. ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പരാതിക്ക് ആധാരം. ശക്തരായ രാജ്യങ്ങളെ തൊടാതെ അശക്തരായ രാജ്യങ്ങൾക്കെതിരെ മാത്രം നടപടിയെടുക്കുകയാണ് ഈ ക്രിമിനൽ കോടതി എന്ന്. അത് സത്യവുമാണ്. സാരാംശം നമുക്ക് ഇത്ര മാത്രമാണ്: ശക്തനെ തൊടാത്ത അശക്തർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു കോടതി. പക്ഷേ ഈ കേസിനിടയിലും ഇസ്രയേൽ എന്തിനാണ് ഇത്ര വിറളി പൂളുന്നത് എന്നത് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവ് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇസ്രയേൽ തന്നെ പറഞ്ഞത് ഇത് ജൂതവേട്ടയാണ് എന്നാണ്. എന്താണ് ഇസ്രയേൽ ഇത്ര പേടിക്കുന്നത്? ഇപ്പോൾ പുടിൻ ഒരു രാജ്യത്തേക്ക് കടന്നു ചെന്നാൽ പുടിനെ അറസ്റ്റ് ചെയ്യാൻ ഇവർ പഠിക്കുക. അതൊരു പക്ഷേ പുടിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ശക്തനായ പ്രസിഡൻ്റാണ്, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. ഇതൊക്കെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ തൊടാൻ ഒരിക്കലും അവർ മുന്നോട്ട് വരില്ല. അമേരിക്കയോടായിരുന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്നാൽ ഇസ്രയേലിനെതിരെ അറസ്റ്റ് വാറണ്ട് വന്നപ്പോൾ എന്താണ് ഇസ്രയേൽ ഇത്ര വിറളി പൂളാൻ കാരണം എന്നത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഉത്തരം വ്യക്തമാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ വെറുപ്പ് സമ്പാദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനോട് രഹസ്യമായോ ഇനി പരസ്യമായോ ഒക്കെ നല്ല സമീപനങ്ങൾ തുടരുന്ന രാഷ്ട്ര തലവന്മാരുള്ള രാജ്യത്തേക്കാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പോകുന്നതെങ്കിലും ആ രാജ്യത്തെ ജനങ്ങളെയും പ്രാദേശിക ഭരണകൂടങ്ങളെയും ഒക്കെ അവിടുത്തെ ഭരണാധികാരികൾ ഭയക്കുന്നുണ്ട്. ആ വികാരത്തിനടിമപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും ബ്രിട്ടനിലെ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്, ഈ ഫലസ്തീൻ അനുകൂലികളായ ആളുകൾക്ക് വളരെ വലിയ മെജോറിറ്റി അവർക്ക് ലഭിക്കുകയാണ്. അതൊരു ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വത്തിന് ലഭിക്കുന്ന വോട്ടാണ്. ആ മനുഷ്യത്വത്തിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യത്തിനെതിരായ വികാരങ്ങൾ വോട്ടായി ആ രാജ്യത്തെ പാർട്ടികളെയും നേതാക്കളെയും ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരാൾ ഇവിടെ വന്ന് നിങ്ങൾ എന്തിനയാൾ വെറുതെ വിട്ടു എന്ന് ആ നാട്ടിലെ ജനത ചോദിച്ചാൽ പിന്നീട് അവർ അധികാരത്തിന് പുറത്തേക്ക് പോകും എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തേക്ക് വരരുത് എന്ന് ഇപ്പോൾ പല രാഷ്ട്ര നേതാക്കളും ഇവരോട് പറയാൻ കാരണവും അത് തന്നെയാണ്. വന്നാൽ അറസ്റ്റ് ചെയ്യാതെ ഇവർക്ക് തരമില്ല. വന്നാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി അറസ്റ്റ് ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭരണത്തിനും ആ രാജ്യത്തിൻ്റെ നേതൃത്വത്തിൻ്റെ വിശ്വാസ്യതയ്ക്കുമൊക്കെ ക്രെഡിബിലിറ്റിക്കുമൊക്കെ വളരെ വലിയ പരിക്കുകൾ സംഭവിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇത്ര വിറളി പൂളുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണമെന്നും നമുക്ക് പറയാതെ തരമില്ല. ഏതായിരുന്നാലും ആഫ്രിക്കൻ രാജ്യങ്ങൾ പറഞ്ഞതൊരു സത്യം തന്നെയാണ്. ശക്തനെ തൊടാത്ത അശക്തനിൽ മാത്രം കേന്ദ്രീകരിക്കുന്നൊരു കോടതി. ഇനി ഇത് തെളിയിക്കണമെങ്കിൽ ഈ ശക്തരെ തൊടുകയാണ് എന്നുള്ള വിശ്വാസ്യത ആ കോടതിക്ക് നിലനിർത്തണമെങ്കിൽ പുടിനെയും അതോടൊപ്പം തന്നെ നെതന്യാഹുവിനെയും അറസ്റ്റ് ചെയ്തൊന്ന് കാണിക്കാൻ അവർക്ക് കഴിയില്ല എന്ന ഉത്തമ വിശ്വാസവും നമുക്കേതായാലുമുണ്ട്.